നമസ്കാരം, എൻ്റെ പേര് അർജുൻ. ഞാനിപ്പോൾ ഒരു ലൈഫ് ഓഫ് മോട്ടു എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചനെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൻ്റെ പേര് തന്നെ നമുക്കിടാം. പൂച്ചയുടെ പെർസ്പെക്റ്റീവിൽ കഥ പറയാമെന്നുള്ളതായിരുന്നില്ല. ആക്ച്വലി കഥ ഉണ്ടാക്കിയിട്ട് നമ്മൾ നായകൾ കൊണ്ട് ചെയ്യിക്കാന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ അങ്ങനെ നായക്കുട്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കഥ അങ്ങനെ വെച്ചിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്താണ് ഈ പൂച്ചകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പൂച്ചകളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം എന്നൊരു ഐഡിയ തോന്നി. ഐഡിയ സ്ക്രിപ്റ്റ് നമ്മളൊരു വൈറ്റ് ബോർഡിൽ എഴുതിയിട്ട് ഇപ്പോൾ ഒരു നായകൻ, ഒരു വില്ലൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ എഴുതിയിട്ട് അതിലൊരു ക്യാരക്ടറെ പിടിക്കാന്നുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മളത് പിക്ക് ചെയ്ത് അങ്ങനെ പൂച്ചകളിലേക്ക് കൊണ്ടുവന്ന് പൂച്ചകൾ ഒരു മാസമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് അത് കിട്ടി തുടങ്ങി. പിന്നെ പൂച്ചകൾ വലുതാവാനും ഒരു 1.5 വർഷം എടുത്തു മൊത്തം ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബംഗ്ലാവിൻ്റെ 1ാമത്തെ നിലയിലാണ് നമ്മുടെ നായകൻ്റെ താമസം. ബേസിക്കലി ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. മൊബൈലിലും ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഐഫോണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിൽ എടുക്കാം. പിന്നെ വലിയൊരു ക്യാമറ വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടിയും കംഫർട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ പൂച്ചകളെ വെച്ച് ചെയ്യുമ്പോൾ പൂച്ചകളുടെ ഇമോഷൻസൊക്കെ പെട്ടെന്നൊരു നേരത്തെ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മൊബൈലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗിയറൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്ത ഫൂട്ടേജുകൾ വെച്ചിട്ടാണ് നമ്മൾ കഥ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ വേണ്ട, മൊബൈൽ മതിയെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് ആയിട്ട് മൊബൈൽ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കിട്ടിയിട്ടുണ്ട്, അത് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇമോഷൻസൊക്കെ എല്ലാവരെയും ഒരുപോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പൂച്ചകൾ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും. പിന്നെ കോവിഡ് സമയമായിരുന്നു, വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പൂച്ചകളുടെ ഇമോഷൻസൊക്കെ തന്നെ നോക്കിയിരിക്കില്ലായിരുന്നു പരിപാടി. അത് ആക്ച്വലി നമ്മൾ കുറേ പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ ഇതിൻ്റെ ലിപ്പ് മൂവ് ചെയ്തെടുക്കുന്ന ടൈപ്പിൽ എടുക്കണോ, എന്തെങ്കിലും ആനിമേഷനായിട്ട് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഡിലേ ആവാൻ ഏറ്റവും വലിയ അതിൽ കുറച്ച് റിസ്ക് ഇതെന്ന് വെച്ചാൽ ഒരു 9 hours ഫൂട്ടേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വർഷത്തെ ടോട്ടൽ ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 9-9.5 മണിക്കൂർ ഫൂട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 15 മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിം കണ്ടന്റിലേക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പിന്നെ കഥകൾ 2-3 കഥകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഫീൽ ഗുഡ് ആയിട്ടുള്ള ഇപ്പോൾ ചെയ്തൊരു ഇതിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. പിന്നെ എഡിറ്റർക്ക് കുറച്ച് ടൈം എടുത്തു. ഇത്രയും ഫൂട്ടേജ് ഉള്ളതുകൊണ്ട് എഡിറ്റർക്ക് ടൈം എടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ 1-2 ഫിലിംസൊക്കെ വന്നപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു അത് ലിപ്പ് ആനിമേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ട്രൈ ചെയ്ത് ലാസ്റ്റ് നമുക്കത് വേണ്ട, നോർമലായിട്ടൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു സാധനം, ഇത് ഇങ്ങനെ ആളുകൾ കൂടുതൽ കാണും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. എലിയെ പിടിക്കാൻ 1001 വഴികൾ എന്ന പുസ്തകം ആമസോണിൽ നിന്ന് വരുത്തി. നിരവധി അനവധി യൂട്യൂബ് വീഡിയോ, എന്തിനു പറയുന്നു, എല്ലാ ദിവസവും യോഗയൊക്കെ അങ്ങോട്ട് ചെയ്ത് ബോഡി അങ്ങോട്ട് സെറ്റാക്കി എങ്ങനെയെങ്കിലും എലിയെ പിടിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. പൂച്ചകൾക്കും എല്ലാവർക്കും കഥകളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുമ്പ് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, പൂച്ചകളുണ്ടായിരുന്നു, പ്രാവുകൾ, ഇതൊക്കെ മുയൽ, ഇതിനൊക്കെ വളർത്തിയിട്ടുണ്ട്, ഫിഷ് ഇതൊക്കെ. അപ്പോൾ എല്ലായ്പ്പോഴും അവരെ നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അവർക്കും ഒരു ഫാമിലി, ഒരു ലവ്, ഒരു വില്ലൻ, ഒരു റിവെഞ്ച് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ട് എടുക്കുകയാണ്. പിന്നെ പൂച്ചകളുടെ അടുത്ത് ഇപ്പോൾ പൊതുവേ കോവിഡിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം പൂച്ചകളോടുള്ള സ്നേഹം, പൂച്ചകളെ വളർത്തുന്ന ആളുകൾ എന്നൊക്കെ കൂടി. ഇപ്പോൾ ഞാൻ തന്നെ പൂച്ചകൾ വന്ന സമയത്ത് ഫുഡ് വാങ്ങാൻ വേണ്ടി പനമ്പള്ളിയിൽ ചെല്ലുമ്പോൾ 1-2 ഷോപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇപ്പോൾ ഒരു 8-9 ഷോപ്പുകൾ, വലിയ ഷോപ്പുകൾ, ഫുഡ് കൊടുക്കുന്ന ഷോപ്പുകൾ വന്നപ്പോൾ അത്ര ആളുകൾ പൂച്ചകളെ സ്നേഹിച്ചു തുടങ്ങിയത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് പൂച്ചകൾ വെച്ചിട്ട്. പിന്നെ പൂച്ചകൾ വെച്ചിട്ട് അധികം ഷോർട്ട് ഫിലിംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പട്ടികൾ വെച്ചിട്ട് കുറച്ചും കൂടി ഈസിയാണ്, നായക്കുട്ടികളൊക്കെ ചെയ്യാനും ഈസിയാണ്. പക്ഷേ പൂച്ചകൾ വെച്ച് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവനെ കൊണ്ട് കഥ പറയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ, ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മലയാളം തർജ്ജമ ഞാൻ തന്നെ ചെയ്യാം.
ശരത് സഭ ആക്ച്വലി ഞാൻ വേറൊരു വർക്കിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിനിമയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരത് സഭ എനിക്കറിയാം. അതല്ലാതെ ഞങ്ങൾ അതിന് മുമ്പ് ഒരു 5 പേരുടെ വോയിസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്ത കലാഭവൻ, ഡിബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾ. അങ്ങനെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് പൂച്ചേരെ പോലെ തന്നെ ഒരു ചെറിയ കുട്ടികളെ കൊണ്ട് സൗണ്ട് എടുക്കാമെന്നായിരുന്നു. അത് ട്രൈ ചെയ്തു. പിന്നെ എൻ്റെ വോയിസാണ് ഞാൻ കൂടുതൽ വെച്ചിരുന്നത്. എൻ്റെ വോയിസ് വെച്ചിരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുത്തിരുന്നത്. അതിൽ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു നിൻ്റെ വോയിസ് തന്നെ മതി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ശരത്തിനെ കണ്ടപ്പോൾ ശരത് സാർ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ആൾ വന്ന് ചെയ്തു. ഒരു ദിവസം ഫുള്ളായിട്ടിരുന്നിട്ട് ആൾ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. നല്ല റെസ്പോൺസാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള റെസ്പോൺസ് വെച്ചാൽ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇത് ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ ഈ പൂച്ചകളൊന്നും അവൈലബിൾ അല്ല. നമ്മൾ ഏകദേശം ഒരു 5-6 മാസമായിട്ട് അവിടെ നിന്ന് വീട് മാറി ഷിഫ്റ്റായി. അപ്പോൾ അവിടെ ഒരു 10-14 പൂച്ചയോളം അവിടെ നമ്മൾ വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത്ര ആൾക്കാർ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല, അല്ല നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. അപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ട്. ഈ പൂച്ചകളൊക്കെ മിസ് ചെയ്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പൂച്ചകളെ കാണാൻ വേണ്ടി അതിലൊക്കെ ചുറ്റോട്ടൊക്കെ കറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി അതിലൂടെ കറങ്ങും. പക്ഷേ കിട്ടിയിട്ടില്ല. എന്തായാലും വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അത് പൂച്ചകൾ നമ്മളെ വീട്ടിലൊരു ദിവസം വന്നതാണ്. ഒരു ദിവസം രാവിലെ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് പൂച്ചകളാണ്. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ രാവിലെ തന്നെ എൻ്റെ സുകേഷ്. അവനിപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പൂച്ചകൾ ആദ്യമായിട്ട് അവൻ കാണുന്നത്. അങ്ങനെ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു 2022 ഡിസംബർ ആ ഒരു സമയം തുടങ്ങിയിട്ട്. നമ്മൾ ആക്ച്വലി പൂച്ചനെ വെച്ചെടുത്തത് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. രണ്ടാമത്തത്, പൂച്ചകളോടുള്ള ദേഷ്യമുള്ള ഒരുപാട് പേരുണ്ട്. പട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നായ്ക്കുട്ടികളുടെ അടുത്ത് ഇഷ്ടമുള്ള ആളുകളാണ് കൂടുതൽ. പക്ഷേ പൂച്ചകളെടുത്ത് അങ്ങനെ അധികം ആളുകൾ പെറ്റായിട്ട് വളർത്തുന്നുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ. അപ്പോൾ നമ്മളെ ഒരു മെയിൻ എന്ന് വെച്ചാൽ പൂച്ചകളോട് ദേഷ്യമുള്ള ആളുകൾക്ക് വരെ പൂച്ചകളോടൊരു ഇഷ്ടം വേണം എന്നൊരു എയിം അതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ലൈഫ് ഓഫ് മോട്ടു എന്ന ഷോർട്ട് ഫിലിം കണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പൂച്ച അല്ലെങ്കിൽ ക്യാറ്റ് പെറ്റ്സ് വളർത്തുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.